ഫുട്ബോൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്രാവശ്യത്തെ ബാലൺ ഡിയോർ ആര് നേടും എന്നുള്ള കാര്യം അല്ലേ. ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയറിനെയാണ് കാര്യമായിട്ടുള്ള ചർച്ചയിലുള്ളത്. കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അതിൽ അർഹിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണ് ഭൂരിപക്ഷം പേരിലും ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം അവസാനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. ബാലൺ ഡിയോർ ആരാണ് വിജയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മാസം അവസാനത്തിൽ അറിയാം. എങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യത്തെ ബാലൺ ഡിയോർ ആരും നേടും എന്നുള്ള കാര്യത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ അർഹനായത് ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ അർജൻറ്റീനൻ്റെ മുൻ സൂപ്പർ താരം അഗ്വാറോ സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇപ്രാവശ്യത്തെ ബാലൺ ഡിയോർ നേടാൻ ഏറ്റവും അർഹനായത് വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയർ ഒരു അപകടകാരിയായിട്ടുള്ള താരമാണ്. കഴിഞ്ഞ പ്രാവശ്യം കിലിയൻ എംബാപ്പയെക്കാട്ടിലൊക്കെ കൂടുതൽ പെർഫോം ചെയ്തത് വിനീഷ്യസ് ജൂനിയറിനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ബോൾ കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം അപകടം സൃഷ്ടിക്കും. അങ്ങനെ വിനീഷ്യസ് ജൂനിയറിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യത്തിലുള്ള കുറച്ച് ഡിസ്കഷൻ ചെയ്തിരിക്കുകയാണ് നമ്മളെ അഗ്വാറോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ബാലൺ ഡിയോറിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് വിനീഷ്യസ്. അതുപോലെ വിനീഷ്യസിന് വെല്ലുവിളിയായിട്ട് അവിടെ റോഡ്രിയും അതുപോലെ ബെല്ലിംഗ്ഹാമും ഒക്കെ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട്. ആർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. നിർണായക മത്സരങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിൽ കാര്യമായിട്ട് എടുത്തു പറയുന്നത്. ഇപ്പോൾ ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റാർ പ്ലെയറാണ് ഇപ്പോൾ നിലവിൽ ബ്രസീലിൻ്റെ. നെയ്മർ ജൂനിയർ ടീമിലില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമലിലാണ് മുന്നേറ്റ നിര നിൽക്കുന്നത്. എങ്കിലും ഒരുപാട് ചർച്ചകൾക്ക് ഇരയാവുന്നുണ്ട് വിനീഷ്യസ് ജൂനിയർ. ബ്രസീലിൻ്റെ തോൽവിയൊക്കെ വരുമ്പോൾ കൂടുതലും ആളുകൾ വിമർശിക്കുന്നതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വിനീഷ്യസ് ജൂനിയറിനെതിരെയാണ്. റയലിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന അത്രയൊന്നും ബ്രസീലിന് വേണ്ടിയിട്ട് അദ്ദേഹം കളത്തിൽ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷ ആളുകളും. അതിനെതിരെ നമ്മളെ റയലിൻ്റെ കോച്ചൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലബിന് വേണ്ടിയിട്ട് മാത്രം കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീഷ്യസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിലെ മത്സരങ്ങളും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ മത്സരം വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്ന് ഒരുപാട് വിമർശനങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പ്രാവശ്യത്തെ ബാലൺ ഡിയോർ ആര് നേടും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരുപാട് ആളുകളൊക്കെ മനസ്സിലുള്ളതാണ്. പ്രധാനപ്പെട്ട പേരാണ് വിനീഷ്യസ് ജൂനിയർ. എന്തായാലും നെയ്മർ ജൂനിയർക്ക് കിട്ടാത്ത ആ ഒരു ബഹുമതി വിനീഷ്യസ് ജൂനിയറിന് സ്വന്തമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതാനും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം. കാരണം അടുത്ത മാസം അവസാനത്തിലാണ് ഇതിൻ്റെ ഒരു പ്രഖ്യാപനം.